ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ നിറവിലും കോൺഗ്രസിന് തലവേദനയായി കെ മുരളീധരന്റെ പരാജയവും പൊട്ടിത്തെറിയും. അതൃപ്തി പരസ്യമാക്കിയ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതും സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ട്. പൊതുരംഗത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുമെന്ന കടുത്ത തീരുമാനമെടുത്ത കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ പല വഴികൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചനയിലാണ്. എന്നാൽ ഉറച്ച വിജയസാധ്യതയില്ലാതെ മുരളീധരൻ വഴങ്ങുമോ എന്നതാണ് പ്രതിസന്ധി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ അതുവഴി ലോക്സഭയിലേക്ക് മുരളീധരനെ എത്തിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായി. പാർട്ടിയുടെ എല്ലാമെല്ലാമായ മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് കെ സുധാകരൻ. തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കണം. പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു, അന്വേഷിക്കും, എല്ലാ വസ്തുതകളും അന്വേഷിക്കും, എന്തു പറ്റി എന്ന് പാർട്ടി വിലയിരുത്തും. തൃശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണെന്നും പരാതി പരിശോധിക്കുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സമ്മതിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുവെന്ന നിലപാട് പിൻവലിക്കണമെന്ന മുതിർന്ന നേതാക്കൾ മുരളീധരനോട് ആവശ്യപ്പെട്ടു. അനുനയ നീക്കത്തിൽ വഴങ്ങിയില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. 24 തിരുവനന്തപുരം.